നമസ്കാരം. നവംബർ 27 അന്നേ ദിവസം പ്രൊഫസറും ടീമും ആ സബ്മറൈനിൽ അകപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അവരെ സബ്മറൈൻ രക്ഷിച്ചോ എന്നോ പറയും. ആ സബ്മറൈൻ്റെ അകത്തായിരുന്നില്ലെങ്കിൽ അവർ ഇതിനകം മരിച്ചു പോകേണ്ടതായിരുന്നു കടലില്. 20 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ക്യാപ്റ്റൻ നെമോ കപ്പലിന്റെ ദീർഘദൂര യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. അതുവരെയൊക്കെ ആ ജപ്പാൻ കടലിൽ മാത്രം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുന്നു, മീൻ പിടിക്കുന്നു, കടലിനകത്ത് ഓരോ പദയാത്രകൾ അവർ നടത്തുന്നു. ഏതായാലും ആദ്യമായി അദ്ദേഹം ചെയ്തത് ആ ഔട്ടർ ഹള്ളിന്റെ അയൺ ഷീറ്റുകൾ നീക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് ഗ്ലാസ് പാനൽസിലൂടെ കടലിന്റെ അടിവശം വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ആ അന്തർവാഹിനി യാത്ര ആരംഭിക്കുന്നു. പ്രൊഫസർ അവിടുത്തെ ചില ഇൻസ്ട്രുമെന്റ്സ് പരിശോധിച്ചത് മനസ്സിലായത് വടക്ക് കിഴക്ക് ദിശയിലേക്കാണ് യാത്ര ആരംഭിക്കുന്നത്. ഏകദേശം 900 മീറ്റർ താഴെ കൂടെയാണ് ആ അന്തർവാഹിനി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ ക്യാപ്റ്റൻ നെമോ പ്രൊഫസറോട് തോന്നി ചോദിച്ചു, കടലിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എവിടെയാണെന്ന് താങ്കൾക്ക് അറിയാമോ? അറിയാം. 7000 മീറ്ററോളം താഴ്ചയുള്ള അറ്റ്ലാന്റിക് ഓഷന്റെ ഭാഗം. അന്നത്തെ കാലത്ത് അത്രേ അറിവുള്ളൂ. ഈ നോവൽ എഴുതപ്പെട്ട് വളരെ വർഷങ്ങൾ കഴിഞ്ഞ് 1939 അറ്റ്ലാന്റിക് ഓഷനിൽ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗം, അതായത് 8300 മീറ്റർ ആഴമുള്ള ഒരു ഭാഗം കണ്ടുപിടിക്കുന്നത്. പിന്നീടും കുറച്ചു കാലം കഴിഞ്ഞാണ് മെറീന ട്രെഞ്ച് എന്നുള്ള പസഫിക് ഓഷനിലെ 11 കിലോമീറ്ററിന് മുകളിൽ ആഴമുള്ള ഒരു ഭാഗം കണ്ടുപിടിക്കുന്നത്. ഏതായാലും ഷൂൾസ് വേണി നോവൽ എഴുതുന്ന കാലത്ത് കടലിലെ മാക്സിമം ആഴം എന്ന് പറയുന്നത് 7000 മീറ്ററിനടുത്തുള്ള അറ്റ്ലാന്റിക് ഓഷന്റെ ഒരു ഭാഗമാണ്. ആ സമയത്ത് ക്യാപ്റ്റൻ നെമോ പറഞ്ഞു, നമുക്കതിലും താഴ്ചയുള്ള ഭാഗങ്ങൾ കാണാം. അതായത് ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെടാത്ത അത്രയും ആഴമുള്ള ചില ഭാഗങ്ങൾ താങ്കൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ ഗ്ലാസ് പാനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന പ്രൊഫസർക്കും ടീമിനും കടലിനടിയിലുള്ള പല കാഴ്ചകളും അതുപോലെ പല ജീവികളും എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ചില സമയത്ത് ആ അന്തർവാഹിനി അല്പം മുകളിലേക്ക് ഉയരും. ഒരു പകുതി കടലിന് മുകളിലും പകുതി കടലിന് താഴെയുമായിട്ടായിരിക്കും ആ സമയത്ത് യാത്ര. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അല്പസമയം മാത്രം മുമ്പ് അപകടത്തിൽപ്പെട്ട ഒരു കപ്പൽ അവര് കടലിന്റെ അടിത്തട്ടിൽ കണ്ടു. ഏകദേശം 1 കിലോമീറ്റർ താഴ്ചയിൽ. ക്യാപ്റ്റൻ നെമോയുടെ നിർദ്ദേശപ്രകാരം ആ അന്തർവാഹിനി അങ്ങോട്ട് അടുപ്പിച്ചു. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് അപകടത്തിൽപ്പെട്ടിട്ട് അധിക സമയമായിട്ടില്ല. കാരണം ആ കപ്പലിന്റെ ഡെക്കിൽ ധാരാളം ഡെഡ് ബോഡീസ് കിടപ്പുണ്ട്. കൂടുതൽ സമയം കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാം സ്രാവുകളുടെയും അത്തരം ജീവികളുടെയൊക്കെ ആഹാരമായി തീരുമായിരുന്നു. പ്രൊഫസർ തിയറി നോക്കുമ്പോൾ വളരെ ദയനീയമായ ഒരു കാഴ്ച. ഒരു യുവതി തന്റെ കുഞ്ഞിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഒരു തൂണും ചാരി നിൽക്കുന്നു. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെങ്കിലും വെള്ളത്തിന് മുകളിലേക്ക് പിടിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് കണ്ടവർക്കെല്ലാം മനസ്സിലായി. ആ കപ്പലിന്റെ സൈഡില് അതിന്റെ പേരെഴുതിയിരിക്കുന്നത് പ്രൊഫസർക്കും കൂട്ടർക്കും വായിക്കാൻ കഴിഞ്ഞു. ഫ്ലോറിഡ എന്ന കപ്പൽ. ആ സമയത്ത് തന്നെ അവർക്ക് കാണാം സ്രാവുകൾ ആ തകർന്നു കിടക്കുന്ന കപ്പലിന് നേരെ വരുന്നു. ഇനി ആ ഡെഡ് ബോഡി അധികം സമയം അങ്ങനെ കാണുന്നില്ല. അവരവിടെ നിന്ന് യാത്ര തുടർന്നു. അല്പദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ ക്യാപ്റ്റൻ നെമോ പറഞ്ഞു, താങ്കൾ ലാ പെറൂസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ലാ പെറൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് കപ്പൽ ക്യാപ്റ്റനായിരുന്നു. 1785 ഫ്രഞ്ച് ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം പുതിയ കപ്പൽ പാതകൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് യാത്ര തുടങ്ങിയ ഒരു ക്യാപ്റ്റൻ. അദ്ദേഹത്തിന്റെ കപ്പലും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന ഒരു കപ്പലും ആ യാത്രക്കിടയിൽ പസഫിക് ഓഷനിൽ വെച്ച് തകർന്നുപോയി. പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ ആണ് മനസ്സിലാവുന്നത് ആ കപ്പൽ തകർന്നത് വാനിക്കോറ എന്ന ഒരു ഐലൻഡിന്റെ അടുത്ത് വെച്ചാണ്. അത് വളരെ യാദൃശ്ചികമായി ആ വഴി പോയ മറ്റൊരു കപ്പലിലെ ക്യാപ്റ്റൻ ഡിലോൻ എന്ന വ്യക്തി കണ്ടെത്തുകയായിരുന്നു. ഡിലോന്റെ കപ്പലിന്റെ അടുത്തേക്ക് ആ പ്രദേശത്തുള്ള ചില ദ്വീപിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ചെറിയ ബോട്ടുകളിൽ വരികയും ചില സാധനങ്ങളൊക്കെ വിൽക്കുന്നതിനായിട്ട് ഉയർത്തി കാണിക്കുകയും ചെയ്തു. അതിന് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ എംബ്ലമുള്ള ഒരു വെള്ളി കൊണ്ടുള്ള വാൾപ്പിടി ഡിലന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അത് വാങ്ങി പരിശോധിച്ചു. കൂടുതൽ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ അടുത്തുള്ള ഒരു ദ്വീപിൽ 2 ഫ്രഞ്ചുകാര് കുറെ കാലം താമസിച്ചിരുന്നു. പിന്നീട് അവിടെ തന്നെ അവര് മരിച്ചുപോയി. ആ ഒരു കപ്പൽ ചേതത്തിൽപ്പെട്ട് വന്നതാണ് എന്നാണ് ആ പ്രദേശവാസികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അന്ന് അത് വിവരങ്ങൾ ദൂരേക്ക് അറിയിക്കാനോ അവരെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് വർഷങ്ങളോളം അവർ ആ ദ്വീപിൽ താമസിച്ച് അവിടെ തന്നെ മരിക്കുകയായിരുന്നു. അവരുടെ കയ്യിലുള്ള ചില സാധനങ്ങൾ അതിനുശേഷം ആ പ്രദേശവാസികളൊക്കെ കൈക്കലാക്കി അതങ്ങനെ വിൽക്കാൻ കൊണ്ട് കിടക്കുകയാണ്. ഏതായാലും ക്യാപ്റ്റൻ ഡിലൻ അധികം വൈകാതെ കൽക്കട്ടയിലെത്തി. ക്യാപ്റ്റൻ ഡിലന്റെ അറിയപ്പെട്ട ഫ്രഞ്ച് ഗവൺമെന്റ് ക്യാപ്റ്റൻ ഡിലന്റെ നേതൃത്വത്തിൽ തന്നെ 2 കപ്പലുകൾ കൂടുതൽ പരിശോധനകൾക്കായിട്ട് അയച്ചു.
അവർ തിരികെ ആ ദ്വീപിലെത്തി പരിശോധിച്ചതിൽ അവിടെ പാചകത്തിനുള്ള കുറെ പാത്രങ്ങളും മറ്റ് ഈ മരിച്ചുപോയ ആൾക്കാരുടെ ചില വസ്തുക്കളും എല്ലാം കണ്ടെത്തി. ആ ദ്വീപിനടുത്തായിട്ട് തന്നെ കടലിന്റെ അഗാധതയിൽ ആ കപ്പലുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അന്നത്തെ ടെക്നോളജി അനുസരിച്ച് അതൊന്നും മുങ്ങി നോക്കാനുള്ള സംവിധാനം ഇല്ല. അവർ തിരിച്ചുപോയി. പക്ഷെ ഇപ്പോ ക്യാപ്റ്റൻ നെമോ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അന്ന് തകർന്നുപോയ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ. ഏതായാലും ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയതിന് ക്യാപ്റ്റൻ ഡിലന് ഫ്രാൻസില് വളരെ ഗംഭീരമായ ഒരു വരവേൽപ്പും ധാരാളം സ്ഥാനമാനങ്ങളും എല്ലാം അന്നത്തെ ഫ്രഞ്ച് ചക്രവർത്തി അനുവദിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം കൺസി പ്രൊഫസറുടെ അടുത്ത് വന്ന് പറഞ്ഞു, മാസ്റ്റർ ഹാപ്പി ന്യൂ ഇയർ. അപ്പോഴാണ് പ്രൊഫസർ ആലോചിക്കുന്നത് 1868 ജനുവരി 1 അവര് യാത്ര തുടങ്ങി 1 മാസം കഴിഞ്ഞിരിക്കുന്നു. പ്രൊഫസർ ആ സമയത്ത് അന്തർവാഹിനിയിലെ ചില ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പരിശോധിച്ചു. കപ്പൽ യാത്ര തുടങ്ങി 21,000 കിലോമീറ്റർ, അഥവാ അന്നത്തെ കണക്കനുസരിച്ച് 5,250 ലീഗ് പിന്നിട്ടിരിക്കുന്നു. അടുത്ത ദിവസം ആ അന്തർവാഹിനിക്ക് പെട്ടെന്ന് ഒരു ടെറിബിൾ ഷോക്ക് അനുഭവപ്പെടുകയാണ്. അതോടെ ആ അന്തർവാഹിനി പെട്ടെന്ന് നിശ്ചലമായി. പുറത്തേക്ക് നോക്കിയ അവർക്ക് മനസ്സിലായത് ചുറ്റും ചില പാറകളും കാര്യങ്ങളും ഒക്കെയാണ്. ക്യാപ്റ്റൻ നെമോ വിശദമായി പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, നമ്മൾ ഈ പാറകൾക്കിടയിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു, മുന്നോട്ട് വഴിയില്ല. എല്ലാരും ഞെട്ടിത്തെറിച്ച് ക്യാപ്റ്റൻ നെമോയെ നോക്കുകയാണ്. ഒറ്റ വഴിയേ ഉള്ളൂ, അന്തർവാഹിനിക്ക് മുകളിലേക്ക് നേരിട്ട് വരണം. അതിന് ഇനി 3 ദിവസം കൂടി കാത്തിരിക്കണം. ജൂൺ 5 ഫുൾ മൂൺ ഡേ ആണ്. അന്നത്തെ വേലിയേറ്റത്തിൽ ഇവിടെ ഒക്കെ വെള്ളം കൂടും. ആ സമയത്ത് അന്തർവാഹിനി മുകളിലേക്ക് വരും. അതുവരെ നമ്മളിവിടെ റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നെറ്റ്ലാൻഡ് വന്ന് പ്രൊഫസറോട് പറഞ്ഞു, താങ്കളും ക്യാപ്റ്റനും വളരെ ക്ലോസ് ആണല്ലോ, ഏതായാലും നമ്മള് 5 വരെ ഇവിടെ ഉണ്ട്. അന്തർവാഹിനിയിലെ ബോട്ട് കൊണ്ട് ആ അപ്പുറത്ത് കാണുന്ന ഐലൻഡിലേക്ക് പോയാലോ? പ്രൊഫസർ ക്യാപ്റ്റൻ നെമോട് സംസാരിച്ചു. ക്യാപ്റ്റൻ നെമോ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ബോട്ട് ഇറക്കി തിയറിയും കൺസിയും നെഡും അടുത്തുള്ള ഐലൻഡിലേക്ക് പോയി. ക്യാപ്റ്റൻ നെമോയെ ക്ഷണിച്ചെങ്കിലും ക്യാപ്റ്റൻ നെമോ പറഞ്ഞതായിരുന്നു, ഈ അന്തർവാഹിനിയിൽ യാത്ര തുടങ്ങുന്ന സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തിരുന്നു, ഞാൻ ഇനി കരയിൽ കാല് ചവിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അവിടെ എത്തിയവർ ധാരാളം പഴങ്ങളും അതുപോലെ വെജിറ്റബിൾസും എല്ലാം കളക്ട് ചെയ്തു. അതുകൂടാതെ ധാരാളം നാളികേരം ഉണ്ടായിരുന്നു. അത് നെഡ് അദ്ദേഹത്തിന്റെ ഹാർപ്പൂൺ ഉപയോഗിച്ച് എറിഞ്ഞ് കുറെ എണ്ണം വീഴ്ത്തിയിട്ടു. ചില സാധനങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് കഴിച്ചു. ഒരു ചെറിയ നടത്തമൊക്കെ നടന്നെങ്കിലും മൃഗങ്ങളെയും പക്ഷികളെയൊന്നും അവർക്ക് കാണാൻ പറ്റിയില്ല. നെഡ് വളരെ നിരാശയോടെ പറഞ്ഞു, കുറെ കാലമായി ഈ കടൽ ജീവികളെ മാത്രം കഴിക്കുന്നു, കരയിലുള്ള എന്തിനേലും കിട്ടിയിരുന്നെങ്കിൽ. ഏതായാലും അന്ന് വൈകുന്നേരത്തോടെ അവര് തിരിച്ച് അന്തർവാഹിനിയിലേക്ക് തന്നെ പോയി. അടുത്ത ദിവസം വീണ്ടും പ്രൊഫസറും ടീമും ആ ഐലൻഡിലെത്തി. അന്ന് അവര് കുറെ കൂടി ഉള്ളിലേക്ക് നടന്നു. ഒരു വനം പോലുള്ള ഒരു ഭാഗം, അതിൻ്റെ അകത്ത് വളരെ മനോഹരമായ ചില തത്തകളെ കാണുകയാണ് അവർ. ആ സമയത്ത് പ്രൊഫസർ പറഞ്ഞു, ഇതിലൊരെണ്ണത്തിനെ കിട്ടിയിരുന്നെങ്കിൽ കൂടുതൽ വിശദമായിട്ട് പഠിക്കായിരുന്നു. അധികം വേഗത പുറകുന്ന കൺസിയുടെ ഒരു വിളി കേട്ടു, മാസ്റ്റർ ഇതാ താങ്കളുടെ ആഗ്രഹപ്രകാരം ഒരു തത്ത. എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കുകയാണ് കൺസി എങ്ങനെ തത്തയെ പിടിച്ചു വന്നു. കൺസി പറഞ്ഞു, വളരെ സിമ്പിൾ ആണ്, ഇത് അവിടെ ഒരു പഴവും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അടുത്ത് ചെന്നു, അത് എന്നെ ഒന്നിങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ പറക്കുന്നൊന്നുമില്ല, പറക്കുന്ന പോയിട്ട് അതിന് നടക്കാൻ പോലും വയ്യ. എനിക്ക് തോന്നുന്നത് ആ പഴം എന്തോ ഒരു ലേശം ലഹരിയുള്ള സാധനമാണെന്ന് തോന്നുന്നു. അവർ ചെന്ന് ആ പഴം ഒന്ന് പരിശോധിച്ചു. 1-2 എടുത്ത് അവരും കഴിച്ചു നോക്കി. അപ്പൊ മനസ്സിലായി അത്യാവശ്യം ഒരു കിക്കൊക്കെ വരുന്നുണ്ട് അത് കഴിക്കുമ്പോൾ. അത്തരം കുറെ പഴങ്ങൾ അവര് ശേഖരിച്ചു. വീണ്ടും കുറച്ചുള്ളിലോട്ട് പോയപ്പോ കങ്കാരു റാബിറ്റ് എന്ന ഇനത്തിൽപ്പെട്ട ചില മൃഗങ്ങളെ അവർ കണ്ടു. നെഡ് അതിനെ വളരെ വിദഗ്ധമായി ഹാർപ്പൂൺ എറിഞ്ഞു വീഴ്ത്തി. തിരിച്ച് ആ മൃഗങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവര് കടൽ തീരത്തേക്ക് നടന്നു. അല്പം ദൂരെയായിട്ട് അവരുടെ അന്തർവാഹിനി കുടുങ്ങിക്കിടക്കുന്ന കാണാം. തീരത്ത് തന്നെ അവരുടെ വന്ന ബോട്ടുണ്ട്. അവരാ ബോട്ടിന്റെ അടുത്തായിട്ട് കടൽ തീരത്തിരുന്ന് ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. ഭക്ഷണമെല്ലാം പാചകം ചെയ്ത് കഴിഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഒരു കല്ല് വന്നത്. എല്ലാവരും അതിനെ സൂക്ഷിച്ചു നോക്കി. കല്ലാണെന്ന് മനസ്സിലായപ്പോ കൺസി പറഞ്ഞു, കല്ലെന്തായാലും മാനത്ത് നിന്നൊന്നും വീഴില്ല. നോക്കുമ്പോ ആ വൃക്ഷങ്ങൾക്കിടയിൽ നിന്ന് ഏകദേശം 20ഓളം ആ പ്രദേശത്തെ ആദിവാസികൾ ആയുധങ്ങളുമായി അവർക്ക് നേരെ വരുന്നു. അവരവിടെ നിന്ന് ഓടി അവരുടെ ബോട്ടിലേക്ക് കയറി അതിവേഗം അന്തർവാഹിനിക്ക് നേരെ തുഴഞ്ഞുപോയി. പക്ഷേ അപ്പോഴേക്കും ഈ ആദിവാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരും കടലിലേക്ക് ഇറങ്ങി ആ ബോട്ടിന് പുറകെ നടക്കുകയാണ്. അധികം ആഴമില്ലാത്ത ഭാഗമാണ്, അവിടെ നീന്തേണ്ട ആവശ്യമൊന്നുമില്ല. നടന്നു തന്നെ അത് ഏകദേശം കഴുത്തിനൊപ്പം വെള്ളത്തിൽ നടന്ന് അവർ വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രൊഫസറും ടീമും അന്തർവാഹിനിക്ക് അകത്തേക്ക് കയറി ആ ബോട്ട് അതിന്റെ ക്യാബിനിൽ കൊണ്ട് ബന്ധിപ്പിച്ചു. അതിനുശേഷം പ്രൊഫസർ തിരക്ക് പിടിച്ച് ക്യാപ്റ്റൻ നെമോയുടെ അടുത്തേക്ക് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ക്യാപ്റ്റൻ നെമോ വളരെ കൂളായിട്ടൊന്ന് ചിരിച്ചു. പ്രൊഫസർ പറഞ്ഞു,
ചിരിക്കേണ്ട സമയമല്ല. ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ കയ്യില് ധാരാളം ആയുധങ്ങളുണ്ട്. പ്രൊഫസർ ചോദിച്ചു, എന്തായുധം? അമ്പും വില്ലും അതുപോലെ കുന്തോ? ക്യാപ്റ്റൻ ആ സമയത്തൊന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. യുഎസിന്റെ അത്യാധുനിക യുദ്ധക്കപ്പൽ അബ്രഹാം ലിങ്കന്റെ അത്യാധുനിക വെടിക്കോപ്പുകൾ കൊണ്ട് തകർക്കാൻ കഴിയാത്ത ഈ അന്തർവാഹിനി ഇവരുടെ അമ്പും വില്ലും കൊണ്ട് തകരുമോ? നമുക്ക് നോക്കാം അവരെന്ത് ചെയ്യുന്നു. ഞാൻ എന്തായാലും അവരെ ആരും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അവരുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ അവരെ കൊല്ലുന്നത് ശരിയല്ലല്ലോ. വീണ്ടും ഒരു ദിവസം കഴിഞ്ഞു. ആ സമയത്ത് മുഴുവൻ ഈ ആദിവാസികൾ അവിടെ ചുറ്റും നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയാകുന്ന ആ സമയത്ത് ക്യാപ്റ്റൻ അമ്മ പറഞ്ഞു, 1.5 മണിക്കൂറിനകം ഫുൾമൂണിന്റെ ഇഫക്റ്റ് ഉണ്ടാവും, ഈ അന്തർവാഹിനി വെള്ളത്തിലേക്ക് പൊങ്ങും. അതിനു മുമ്പ് ഇവർക്കൊരു ചെറിയ ലെസൺ കൊടുത്തേക്കാം. ക്യാപ്റ്റൻ അമ്മ പെട്ടെന്ന് ഓർഡർ ഇട്ടു. അതിനനുസരിച്ച് ആ അന്തർവാഹിനിയുടെ പുറത്തേക്കുള്ള ഒരു ഡോറ് ഓപ്പൺ ആയി. നോക്കുമ്പോ ആ അന്തർവാഹിനിക്ക് മുകളിലേക്ക് കയറി ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. അവർ ആ ഡോറിന്റെ അടുത്തേക്ക് ഓടി വന്നു. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു സ്റ്റെയർ കേസ് പോലൊരു ഭാഗമുണ്ട്. അതിന്റെ കൈവരിയിൽ പിടിച്ച ആൾക്കാരൊക്കെ പക്ഷെ തെറിച്ച് പുറത്തേക്ക് വീടുകയായിരുന്നു കടലിലേക്ക്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ പ്രൊഫസറും ടീമും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അമ്മ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. വീണ്ടും 2-3 ആൾക്കാർ അറ്റംപ്റ്റ് നടത്തി, അവരും തെറിച്ചു വീണു. ആ സമയത്ത് നെഡ് ചോദിച്ചു, ഇതെന്തായിരിക്കും സംഭവം? ആരും ഒന്നും മിണ്ടുന്നില്ല. നെഡും ചെന്ന് ആ കൈവരിയിൽ ഒന്ന് പിടിച്ചു, താഴെ ഒന്നുണ്ട്. മറ്റുള്ളവരൊക്കെ കടലിലേക്കാണ് തെറിച്ചു വീണതെങ്കിൽ നെഡ് ഇതിന്റെ അകത്തേക്ക് തെറിച്ചു വീണു. കാരണം ക്യാപ്റ്റൻ അമ്മോ ആ കൈവരിയില് ഉള്ള ഒരു പ്രത്യേക വയറിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടിരിക്കുകയാണ്. ഷോക്ക് അടിച്ചാണ് ഈ ആൾക്കാരൊക്കെ തെറിക്കുന്നത്. പക്ഷെ വലിയ വോൾട്ടേജ് ഇല്ല, അതുകൊണ്ട് മരിച്ചു പോകാവുന്ന രീതിയിലുള്ള ഒരു ഷോക്കല്ല. ഏകദേശം നമ്മുടെ ഇന്നത്തെ കാലത്ത് കാണുന്ന ഇലക്ട്രിക് ഫെൻസ് പോലൊരു ഭാവന അന്നേ ഷൂൾസ് വേണിന്റെ മനസ്സിൽ വന്നു എന്നുള്ളതാണ്. ക്യാപ്റ്റൻ അമ്മ പറഞ്ഞ പോലെ 3:30 ആയപ്പോ കടലിലെ വെള്ളം ഉയരാൻ തുടങ്ങി. അന്തർവാഹിനിയും അതിനനുസരിച്ച് മുകളിലേക്ക് ഉയർന്നു. ആ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നത് ഉയർന്ന് പൊങ്ങി പിന്നീട് യാത്ര തുടർന്നു. ജനുവരി 18. അതുവരെ എല്ലാം വളരെ കൂളായി കൈകാര്യം ചെയ്യുന്ന ക്യാപ്റ്റൻ അമ്മയുടെ മുഖത്ത് ഒരു വല്ലാത്ത ടെൻഷൻ. പ്രൊഫസർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അമ്മയോട് മാത്രമല്ല, ആ അന്തർവാഹിനിയിലെ പ്രധാനപ്പെട്ട പല സ്റ്റാഫുകളുടെയും മുഖത്ത് അത്തരം ഒരു ടെൻഷൻ പ്രൊഫസർ കാണുന്നുണ്ട്. പെട്ടെന്ന് പ്രൊഫസറുടെ അടുത്തേക്ക് വന്നിട്ട് ക്യാപ്റ്റൻ അമ്മ ചോദിച്ചു, താങ്കൾക്കും കൂട്ടുകാർക്കും ഒരു ഉപകാരം ചെയ്യാമോ? പ്രൊഫസർ ചോദിച്ചു, എന്താ? ഈ അന്തർവാഹിനിയിലേക്ക് ആദ്യമായിട്ട് പ്രവേശിച്ച ദിവസം നിങ്ങളെ ഞാനൊരു റൂമിൽ തടവിലാക്കിയത് ഓർമ്മയുണ്ടല്ലോ, ആ ക്യാബിനിൽ ഇന്ന് രാത്രി ചെലവഴിക്കാമോ? ഒന്നും മനസ്സിലായില്ലെങ്കിലും പ്രൊഫസർ സമ്മതിച്ചു. പ്രൊഫസറും ടീമും ആ ക്യാബിനിലേക്ക് പോയി. അധികം വൈകാതെ അതിന്റെ ഡോർ അടഞ്ഞു. അല്പസമയം കഴിഞ്ഞ് ആ ആദ്യത്തെ ദിവസം സംഭവിച്ച പോലെ തന്നെ ഒരു സ്റ്റീവാർഡ് വന്ന് അവർക്കുള്ള ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവിടുത്തെ ലൈറ്റുകൾ അണഞ്ഞു. അധികം വേഗം തന്നെ 3 പേരും ഗാഠ നിദ്രയിലായി. ഉറങ്ങുന്നതിന് മുമ്പ് പ്രൊഫസർക്ക് മനസ്സിലായി ആ ഭക്ഷണത്തിൽ എന്തോ ലഹരി കലർത്തിയിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് അവരൊക്കെ ഇത്ര പെട്ടെന്ന് ഉറങ്ങുന്നത് എന്ന് മനസ്സിലായി. അടുത്ത ദിവസം രാവിലെ പക്ഷെ കണ്ണു തുറക്കുമ്പോൾ പ്രൊഫസറും ബാക്കിയുള്ളവരും അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന ക്യാബിൻസിലുണ്ട്. ഒരു പ്രത്യേക സമയം കഴിഞ്ഞപ്പോൾ അവരെല്ലാം ആ തടവറയായിട്ടുള്ള ക്യാബിനിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, അവര് പോലും അറിയാതെ. പ്രൊഫസർ മറ്റൊരു കാര്യത്തിലും അത്ഭുതപ്പെടുകയാണ്. കാരണം രാവിലെ എണീക്കുമ്പോൾ യാതൊരു ഹാങ് ഓവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഇല്ല. ഇത് എന്ത് തരം ലഹരിയാണ് അവർക്ക് കൊടുത്തതെന്ന് മാത്രം പ്രൊഫസർക്ക് മനസ്സിലായില്ല. അല്പസമയത്തിനകം പ്രൊഫസറുടെ ക്യാബിനിലേക്ക് ക്യാപ്റ്റൻ അമ്മോ കയറി വന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം വളരെ ടെൻഷനിലായിരുന്നു. ക്യാപ്റ്റൻ അമ്മ പറഞ്ഞു, ഈ സമയത്ത് ഒരു ഡോക്ടറുടെ സേവനം അത്യാവശ്യമാണ്, പക്ഷെ എന്ത് ചെയ്യാം? പ്രൊഫസർ ചോദിച്ചു, ഇത്രയും ആരോഗ്യമുള്ള സ്റ്റാഫുകളുള്ള ഈ സബ്മറൈനിൽ ഇപ്പൊ അതിന്റെ ആവശ്യം എന്താ? ക്യാപ്റ്റൻ അമ്മ പറഞ്ഞു, ഒരു സ്റ്റാഫിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. ആ സമയത്ത് പ്രൊഫസർ പറഞ്ഞു, എന്നാ ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം. ഞാൻ മറൈൻ ബയോളജി പഠിക്കുന്നതിന് മുമ്പേ മെഡിസിൻ പഠിച്ച ആളാണ്. എനിക്ക് കൂടുതൽ താല്പര്യം പിന്നീട് ഈ ഒരു സബ്ജക്റ്റിലേക്ക് വന്നു. ഞാൻ ഇത് പഠിച്ചു. അതിനുശേഷം മറൈൻ ബയോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷെ ഒരു കാലത്ത് ഞാൻ മെഡിസിനും സർജറിയും പ്രാക്ടീസ് ചെയ്തിരുന്നു. ക്യാപ്റ്റൻ അമ്മ പെട്ടെന്ന് തന്നെ പ്രൊഫസറെ മറ്റൊരു ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ക്യാപ്റ്റൻ അമ്മയുടെ ഒരു സ്റ്റാഫ് വളരെ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. തല തകർന്ന നിലയിലാണ്. പ്രൊഫസർ ഒന്ന് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, ഏറിപ്പോയ 2 മണിക്കൂർ, അതിനകം ഇദ്ദേഹം മരിക്കും. അടുത്ത ദിവസം ഒരു പ്രത്യേക ഭാഗത്ത് ആ അന്തർവാഹിനി നിർത്തി. മുമ്പ് അവർ ചെയ്തിരുന്ന പോലെ തന്നെ എല്ലാവരും പ്രത്യേക ഡ്രസ്സുകളൊക്കെ ഇട്ട് പുറത്തിറങ്ങി. ഇത്തവണ നെഡും കൂടെ വന്നു. മുമ്പ് നെഡ് അത്തരം ഒരു ഡ്രസ്സ് ഇടാൻ വിസമ്മതിച്ചിരുന്നെങ്കിലും ഇപ്പോ ആ ഡ്രസ്സൊക്കെ അണിഞ്ഞ് നെഡും കൂടെ ചെന്നു. പുറത്തിറങ്ങി അല്പദൂരം നടന്നപ്പോഴാണ് പ്രൊഫസർക്ക് മനസ്സിലായത് അവരുടെ പുറകെ വരുന്ന ചില സ്റ്റാഫുകളുടെ ഷോൾഡറിലായിട്ട് ഒരു വലിയ ലോഡുണ്ട്. അത് വാസ്തവത്തിൽ ആ മരിച്ചുപോയ സ്റ്റാഫായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി ഒരു പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോൾ ക്യാപ്റ്റൻ അമ്മോ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അതിനനുസരിച്ച് ഇവിടെയുള്ള സ്റ്റാഫുകൾ
പിക്കാക്സ് കൊണ്ട് ആ കടലിന്റെ അടിത്തട്ട് വലിയൊരു കുഴി ഉണ്ടാക്കി. ആ കുഴിക്കകത്ത് ആ ബോഡി അടക്കം ചെയ്ത് ചില പ്രാർത്ഥനകളെല്ലാം നടത്തിയ ശേഷം അവർ തിരിച്ച് അന്തർവാഹിനിക്കകത്തേക്ക് തന്നെ പോയി. ഏതാനും ദിവസങ്ങൾക്കകം അവര് പസഫിക് ഓഷനിൽ നിന്ന് ഇന്ത്യൻ ഓഷനിലേക്ക് പ്രവേശിച്ചു. അതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ കടൽ പക്ഷികളെ പ്രൊഫസർക്ക് ഇന്ത്യൻ ഓഷനിൽ കാണാൻ കഴിഞ്ഞു. പലതും അദ്ദേഹം പുസ്തകങ്ങളിൽ മാത്രം വായിച്ചിട്ടുള്ളതും ചിത്രം കണ്ടിട്ടുള്ളതുമായ ജീവികൾ. ഇന്ത്യൻ ഓഷനിൽ നിന്ന് പിന്നീട് അവര് കയറിയത് ബംഗാൾ ഉൾക്കടലിലേക്കാണ്. ബംഗാൾ ഉൾക്കടലിലെത്തിയ പലരും ഞെട്ടുകൾ. കാരണം ബംഗാൾ ഉൾക്കടലിൽ ധാരാളം ഡെഡ് ബോഡീസ് ഒഴുകി നടക്കുന്നു. സ്രാവുകളും അത്തരം ജീവികളും ഒക്കെ ആ ഡെഡ് ബോഡീസിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാപ്റ്റൻ അമ്മ പറഞ്ഞു, ഇന്ത്യയിലുള്ള ഒരു ആചാരമാണ്, ഇവിടെ ഒരു നദിയുണ്ട് ഗംഗ, ആ ഗംഗയിൽ ബോഡി ഒഴുക്കിയ സ്വർഗപ്രാപ്തി കിട്ടും എന്നാണ് ഇന്ത്യക്കാരുടെ വിശ്വാസം. അതുകൊണ്ട് മരിച്ചു കഴിച്ചവരുടെ ബോഡി ഗംഗയിൽ കൊണ്ട് ഒഴുക്കുന്നു. വാസ്തവത്തിൽ ആ ബോഡിക്ക് സംഭവിക്കുന്ന എന്താണെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലൂടെ ഒന്ന് വട്ടം കറങ്ങി തിരിച്ചവര് ഇന്ത്യൻ ഓഷനിൽ തന്നെ കയറി. ഇന്ത്യൻ ഓഷനില് അവരെത്തിയത് ശ്രീലങ്കയുടെ തീരത്താണ്. മാന്നാർ കടൽ തീരത്തിനടുത്തായി ആ അന്തർവാഹിനി ക്യാപ്റ്റൻ നമ്മുടെ നിർദ്ദേശപ്രകാരം നിർത്തി. വീണ്ടും ഒരു സി എക്സ്കർഷൻ. അവരെത്തിയത് ഒരു വിശാലമായ കടലിന്റെ അടിത്തട്ടിന്റെ ഭാഗത്താണ്. അവിടെ പ്രൊഫസർക്ക് കാണാൻ കഴിഞ്ഞു ധാരാളം മുത്തുച്ചിപ്പികൾ. ക്യാപ്റ്റൻ അമ്മ പറഞ്ഞു, ഇത് എല്ലാം ഞാനിവിടെ വളർത്തുന്ന ചിപ്പികളാണ്. വർഷത്തിൽ ഒരിക്കൽ ഞാനിവിടെ വരും. അതില് ഏറ്റവും വലിയ ഒരു ചിപ്പിയുടെ അടുത്ത് ക്യാപ്റ്റൻ അമ്മ എത്തി. അതിന്റെ പാടികൾ ഒരല്പം തുറന്നിരിപ്പുണ്ട്. അത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കഠാര കൊണ്ട് ഒന്ന് അകത്തി അതിൽ നിന്ന് വലിയൊരു മുത്ത് അദ്ദേഹം പുറത്തെടുത്തു. പ്രൊഫസർ ഞെട്ടിപ്പോയി. അത്രയും വലിയൊരു പേൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടില്ലേ. ഏകദേശം ഒരു നാളികേരത്തിന്റെ വലിപ്പമുള്ള ഒരു പേൾ. മറ്റു ചിപ്പികളിൽ നിന്നും ധാരാളം പേഴ്സ് ക്യാപ്റ്റൻ നെമോ എടുത്തു. ആ വലുതൊഴിച്ച് ബാക്കിയെല്ലാം കൂടി ഒരു ചെറിയ സഞ്ചിയിലായി. ആ സമയത്താണ് അവര് മറ്റൊരു സീന് കാണുന്നത്. അവര് നിൽക്കുന്നതിന്റെ കുറെ മുമ്പ് ആഴം കുറഞ്ഞ ഒരു ഭാഗത്ത് ഒരു മനുഷ്യൻ കക്ക വാരിക്കൊണ്ടിരിക്കുന്നു. ആ കക്ക വാരിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ നേരെ പെട്ടെന്ന് ഒരു സ്രാവ് വന്നുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ പേടിച്ച് അയാളുടെ തോണിയിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് അതിന് കഴിയുന്നതിന് മുമ്പേ ആ സ്രാവ് അടുത്തെത്തി. ആ സ്രാവിന്റെ പാല് കൊണ്ടുള്ള ഒരു അടിയിൽ അയാള് ആ കക്കകളോടൊപ്പം കടലിന്റെ അടിത്തട്ടിലേക്ക് വീണു. ആ സമയമാകുമ്പോഴേക്കും ക്യാപ്റ്റൻ നെമോ അവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കഠാര കൊണ്ട് ആ സ്രാവിനെ ആക്രമിച്ചു. പക്ഷെ വിചാരിച്ച രീതിയിൽ ആ സ്രാവിനെ കീഴ്പ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അധികം വേഗത ആ കക്കവായിരുന്ന ആളുടെയും ക്യാപ്റ്റന്റെയും ജീവൻ അപകടത്തിലാവും എന്നുള്ള ഒരു ഘട്ടം വന്നു. പെട്ടെന്നാണ് നെഡ് ലാൻഡിന്റെ ആക്ഷൻ. അദ്ദേഹം ആ പ്രദേശത്തേക്ക് അതിവേഗത്തിൽ അടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹാർപ്പൂൺ ഒന്ന് പ്രയോഗിച്ചു. ആ സ്രാവിന്റെ ഹൃദയത്തിലേക്ക് തന്നെ കൃത്യമായി ആ ഹാർപ്പൂൺ കയറി അത് അവിടെ കിടന്ന് പെട്ടഞ്ഞു മരിച്ചു. അധികം വേഗത എല്ലാവരും കൂടി ആ കക്കവായിരുന്ന ആളെ എടുത്ത് അയാളുടെ തോണിയിലേക്ക് കിടത്തി. അയാൾക്ക് അത്യാവശ്യം ബോധം വന്നു തുടങ്ങി. ആ സമയത്ത് ക്യാപ്റ്റൻ അമ്മ ആ ചെറിയ മുത്തുകളുടെ സഞ്ചി അയാളുടെ അടുത്ത് കൊടുത്തേച്ച് അവിടെ നിന്നിറങ്ങി. അന്തർവാഹിനിയിൽ എത്തിയതിനു ശേഷം ക്യാപ്റ്റൻ അമ്മ ചിരിച്ചുകൊണ്ട് കൂടെയുള്ളവരുടെ അടുത്ത് പറഞ്ഞു, ആ മനുഷ്യന്റെ അവസ്ഥ എന്നാലോചിച്ച് നോക്ക്. പ്രൊഫസറും കൂടെയുള്ളവരും ക്യാപ്റ്റൻ അമ്മ അങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. അയാള് സ്രാവിന്റെ ആക്രമണം ഏറ്റ് കടലിൽ വീണു. നമ്മളെ രക്ഷിച്ചു. നമ്മുടെ ഈ ഡ്രസ്സ് കാരണം നമ്മൾ മനുഷ്യനാണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പൊ അയാൾ വിചാരിക്കുന്നത് സ്വർഗലോകത്ത് നിന്ന് ആരൊക്കെ കുറച്ച് ആൾക്കാർ വന്ന് അയാളെ രക്ഷിച്ച് അയാൾക്ക് വലിയൊരു സമ്മാനവും കൊടുത്ത് തിരിച്ചുപോയി എന്നായിരിക്കും. അത് ശരിയാണെന്ന് ആലോചിച്ചപ്പോൾ അവിടെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. വീണ്ടും യാത്ര തുടർന്നവർ അറബിക്കടലിലേക്കാണ് പിന്നെ പ്രവേശിക്കുന്നത്. അതിലൂടെ കുറച്ചു പേരെ സഞ്ചരിച്ചു. പെട്ടെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞു ഡുഗോങ് എന്ന വർഗത്തിൽപ്പെട്ട വളരെ അപകടകാരിയായ ഒരു തിമിംഗലം. നെഡ് പറഞ്ഞു, കൈ ധരിക്കുന്നതിനെ കണ്ടിട്ട് ക്യാപ്റ്റൻ അമ്മ പറഞ്ഞു, തരിപ്പ് മാറ്റി തരാം, ബോട്ട് ഇറക്കി നമുക്ക് അതിന്റെ അടുത്തേക്ക് പോവാം. അന്തർവാഹിനി അവിടെ നിർത്തി. അതിൽ നിന്ന് ബോട്ട് പുറത്തിറക്കി. ക്യാപ്റ്റൻ അമ്മ, പ്രൊഫസർ, നെഡ്, കൺസി, പിന്നെ 1-2 സ്റ്റാഫുകൾ അവർ ആ ബോട്ടിലേക്ക് കയറി. നെഡ് ആ തിമിംഗലത്തിനെ ഹാർപ്പൂൺ ചെയ്തു. പിന്നീട് ക്യാപ്റ്റൻ അമ്മയുടെ സ്റ്റാഫ് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ തിമിംഗലത്തിന്റെ ബോഡി ആ ബോട്ടിലേക്ക് ബന്ധിപ്പിച്ചു. അതിനെ കെട്ടിവലിച്ച് അവര് അന്തർവാഹിനിയിൽ എത്തിച്ചു. അടുത്ത ദിവസം മുഴുവൻ അതിനെ പീസാക്കി പ്രിസർവ് ചെയ്യുന്ന ജോലിയായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും അന്തർവാഹിനി യാത്ര തുടങ്ങുന്നത്. ഫെബ്രുവരി 12-ാം തീയതി ഏറ്റവും നീളനീളത്തിൽ കാണപ്പെടുന്ന സമുദ്രം, മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് അവരുടെ അന്തർവാഹിനി പ്രവേശിച്ചു. യൂറോപ്പിന്റെ തീരത്തൂടെ ആ അന്തർവാഹിനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെഡ് രഹസ്യമായിട്ട് പ്രൊഫസറോട് പറഞ്ഞു, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. പ്രൊഫസർ നെഡിനൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, രക്ഷപ്പെടാൻ എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എഴുതിയ ഒരു ബുക്കുണ്ട് കടൽ ജീവികളെ കുറിച്ച്. അതിന്റെ ഒരു സെക്കൻഡ് എഡിഷനുള്ള നോട്ട്സുകൾ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെഡ് ഒരു അത്ഭുതഭാവത്തിൽ പ്രൊഫസർ നോക്കി. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നെഡിന് ഇതൊന്നും ഒരു വിഷയമല്ല. അദ്ദേഹത്തിന് കാണുന്ന ജീവികളെയൊക്കെ ഹാർപ്പൂൺ ചെയ്യണം, കൊല്ലണം, തിന്നണം എന്നല്ലാതെ
ബുക്കും കാര്യങ്ങളൊന്നും നെഡിനൊരു വിഷയമല്ല. യൂറോപ്പിന്റെ തീരത്തോട് ആ അന്തർവാഹിനി ഒരുപാട് അടുപ്പിച്ചില്ല. പ്രൊഫസർ അത് മനസ്സിലാക്കി നെഡിനോട് പറഞ്ഞു, താങ്കളുടെ മനസ്സിരിപ്പ് ക്യാപ്റ്റൻ നമ്മക്ക് എങ്ങനെയോ മനസ്സിലായി എന്ന് തോന്നുന്നു. യൂറോപ്യൻ തീരത്തിനോട് അടുപ്പിച്ച താങ്കൾ ചിലപ്പോ ഇതൊന്നും ചാടി നീന്തി കരയിലെത്തും എന്ന് ക്യാപ്റ്റൻ വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് ആ അന്തർവാഹിനി അറ്റ്ലാന്റിക് ഓഷനിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ഒരു പ്രത്യേക ഭാഗത്ത് ആ അന്തർവാഹിനി നിർത്തി. ആ സമയത്ത് പ്രൊഫസർ കാണുന്നത് കടലിന്റെ അടിത്തട്ടിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം കുറച്ചു നേരം നീന്തുന്നു, അത് കഴിഞ്ഞ് കടലിന്റെ സർഫസിലേക്ക് പൊങ്ങുന്നു, ശ്വാസം എടുക്കുന്നു, വീണ്ടും താഴെ കൂടെ നീന്തുന്നു. പ്രൊഫസർ ക്യാപ്റ്റനെ വിളിച്ച് കാണിച്ചു, അയാൾ വല്ല അപകടത്തിലും പെട്ടിരിക്കുകയുണ്ടോ? ക്യാപ്റ്റൻ പറഞ്ഞു, അത് നിക്കോളാസ് ആണ്. അയാൾക്ക് ശരിക്കും കരയേക്കാൾ കൂടുതൽ ഇഷ്ടം വെള്ളമാണ്. നിങ്ങൾ പരിചയക്കാരാണ്? അതെ, ഞാൻ അദ്ദേഹത്തെ ഈ അന്തർവാഹിനിയിലേക്ക് ക്ഷണിച്ചതാണ്. പക്ഷെ അദ്ദേഹം അതിന് കൂട്ടാക്കുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെയൊക്കെ പിരിയാൻ ഇത്തിരി വിഷമമുണ്ട്. പ്രൊഫസർ ആ സമയത്ത് അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആൾക്കാര് പാരീസിലുള്ളവരെ കുറിച്ച് ആലോചിക്കുക. ആ സമയത്താണ് പ്രൊഫസറുടെ ശ്രദ്ധയിൽ മറ്റൊരു കാര്യം പെടുന്നത്. ആ അന്തർവാഹിനിയുടെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പെട്ടികൾ ഇരിക്കുന്നു. ആ പെട്ടികളിൽ ഒരെണ്ണം ക്യാപ്റ്റൻ നമ്മ തുറന്ന് പ്രൊഫസറെ കാണിച്ചു. അതിൽ ധാരാളം സ്വർണ്ണക്കട്ടികൾ. അതെങ്ങനെ അവിടെ വന്നു എന്ന് ക്യാപ്റ്റൻ നമ്മ പറഞ്ഞില്ല, പ്രൊഫസർ ചോദിച്ചുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. ആ സ്വർണ്ണക്കട്ടികൾ ഈ അന്തർവാഹിനിയിലേക്ക് എത്തിക്കുന്ന ഒരു ഡ്യൂട്ടിയിലാണ് നിക്കോളാസ് എന്ന് തോന്നി. അടുത്ത ദിവസം വീണ്ടും അന്തർവാഹിനി അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. കുറെ സമയം കഴിഞ്ഞപ്പോ അതിശക്തമായ ചൂട് ആ അന്തർവാഹിനിക്കകത്ത് എല്ലാവർക്കും അനുഭവപ്പെടുകയാണ്. എല്ലാവരും അങ്ങനെ വേർത്ത് കുളിച്ച് നിൽക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ നമ്മ അവിടേക്ക് വന്നു. ക്യാപ്റ്റൻ നമ്മ പറഞ്ഞു, ഇപ്പൊ നമ്മള് ഒരു ഉഷ്ണജല പ്രവാഹത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉഷ്ണജല പ്രവാഹം എന്നാണ് ഇതിന് പേരെങ്കിലും വാസ്തവത്തിലൂടെ ഉഷ്ണജലമല്ല, തിളയ്ക്കുന്ന ജലമാണ്. പുറത്ത് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ടെമ്പറേച്ചർ. ഈ അന്തർവാഹിനിക്കകത്ത് ഇത്രയും ഇൻസുലേറ്റർ ആയിട്ടുള്ള ഈ അന്തർവാഹിനിക്കകത്ത് ടെമ്പറേച്ചർ തന്നെ 42 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നിരിക്കുന്നു. പക്ഷെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഇവിടെ നിന്ന് പുറത്തു കിടക്കും. അതുപോലെ തന്നെ അധികം വൈകാതെ അന്തർവാഹിനി ആ ചൂടുള്ള ഭാഗത്തു നിന്ന് അകന്നുപോയി. 2 ദിവസം കഴിഞ്ഞ സമയത്ത് നെറ്റ്ലാൻഡ് പ്രൊഫസറുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്ന് രാത്രി റെഡി ആയിരിക്കണം, നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പ്രൊഫസർ അത്ഭുതത്തോടെ നെറ്റ്ലാൻഡിനെ നോക്കുകയാണ്. ഇനി അവര് രക്ഷപ്പെടുന്നതിന്റെ വിശേഷങ്ങളുമായി അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. താങ്ക് യു.